പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ പത്തനാപുരത്ത് നിന്ന് എലി വരുമെന്നാണ് ഒരു അംഗം ഇവിടെ പറഞ്ഞത്. സാർ, അത് പത്തനാപുരത്തുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പത്തനാപുരത്തെ എലിയെ ഞങ്ങൾ ഇതിനോടകം തന്നെ എലിപ്പത്തായത്തിലാക്കി കഴിഞ്ഞു സാർ. സാർ, ഇവിടെ ഈ ബഡ്ജറ്റിൽ പത്തനാപുരത്ത് എലിയായാലും കോഴിയായാലും ഏതായാലും പത്തനാപുരത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഒരു റിംഗ് റോഡിനുള്ള തുക വകയിരുത്തിയതിന് ഞാൻ ഈ സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്ത് 2 പോലീസ് സ്റ്റേഷനുകൾ അനുവദിച്ചപ്പോൾ അതിലൊരു പോലീസ് സ്റ്റേഷൻ പത്തനാപുരം നിയമമണ്ഡലത്തിലെ പട്ടാഴിയിലാണ്. മാത്രമല്ല, മാങ്കോട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 2 കോടി രൂപ വകയിരുത്തുകയും അതിൽ 40 ലക്ഷം രൂപ ഇപ്പോൾ ബഡ്ജറ്റിൽ തന്നെ വകയിരുത്തുകയും ചെയ്തിരുന്നു. നിരവധിയായ റോഡുകൾ ഉൾപ്പെടെ പത്തനാപുരത്തിന് വികസന കുതിപ്പേകുന്ന നിരവധി പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സാർ. അതിനപ്പുറം അവിടെ മലയോര മേഖലയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരവധി RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് പത്തനാപുരം കറവൂർ കേന്ദ്രമാക്കി നൽകണമെന്ന് ഞാൻ അദ്ദേഹത്തോടും വനംവകുപ്പ് മന്ത്രിയോടും കത്ത് മുഖേന ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.